ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ രണ്ട് സിനിമകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ദൃശ്യം 2 എന്ന മലയാളത്തിൽ നിന്നും ആദ്യത്തെ ലാലേട്ടന്റെ ഡയറക്ട് OTT റിലീസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത സിനിമ റിലീസ് ചെയ്തിട്ട് ഇന്നേക്ക് 4 വർഷം. 2021 ഫെബ്രുവരി 19 തീയതിയാണ് സിനിമ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തത്. കോവിഡ് കാലത്ത് 30-35 ദിവസങ്ങൾ കൊണ്ട് അന്ന് ചിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമ OTTയിൽ വൻ തരംഗമായിട്ട് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തെല്ലാം തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. പിന്നീട് സിനിമയുടെ ഹിന്ദി റീമേക്ക് എല്ലാം തിയേറ്ററുകളിലെ വമ്പൻ കോടികൾ കളക്ഷൻ നേടിയെടുക്കുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. 2020 ശേഷം ടിവിയിൽ സംപ്രേഷണം ചെയ്ത സിനിമകളിൽ 20ലധികം TRP നേടിയെടുത്ത ഒരേ ഒരു സിനിമ കൂടിയാണ് ദൃശ്യം 2. ഒരു സിനിമയ്ക്ക് 100 കോടി ക്രോസ് വന്നാൽ സമീപകാലത്ത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം 30 കോടിയോളം രൂപയാണ് നിർമ്മാതാവിന്റെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞിരുന്നല്ലോ. അതേ 30 കോടി OTT ഡീലിലൂടെ നേടിയെടുത്ത സിനിമ കൂടിയാണ് ലാലേട്ടന്റെ ദൃശ്യം 2. അങ്ങനെ ആകെ മൊത്തത്തിൽ നിർമ്മാതാവിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ലാഭവും വലിയ OTT തരംഗവുമായി മാറിയ മലയാളം സിനിമ കൂടിയാണ് ദൃശ്യം 2. ഇനി സിനിമയുടെ അടുത്ത ഭാഗം ദൃശ്യം 3 കേട്ട് കാത്തിരിക്കാം. ഇന്ന് ലാലേട്ടന്റെ അടുത്തൊരു സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണല്ലോ. നടനും സംവിധായകനും തിരക്കഥാകൃത്ത് കൂടിയായ അനൂപ് മേനോന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തുന്ന സിനിമ വരുന്നു എന്നൊരു ഒഫീഷ്യൽ പ്രഖ്യാപനമാണ് ഇന്ന് ലാലേട്ടന്റെ പേജിലൂടെ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പേജിലൂടെ വന്നിരിക്കുന്നത്. ഒരു റൂമറും ഇല്ലാതെ വന്ന ഒരു സർപ്രൈസ് അനൗൺസ്മെന്റ് ആണ് ലാലേട്ടന്റെ അനൂപ് മേനോൻ സിനിമ എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. നേരത്തെ അഭിമുഖങ്ങളിലും മറ്റും അനൂപ് പല സിനിമകളുടെ ചർച്ചകൾ ലാലേട്ടനുമായി നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ സമയത്ത് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നത് ഒരുപാട് പേരെ ഞെട്ടിച്ചിരിക്കുന്നു എന്നാണ് ആ സിനിമയുടെ പ്രഖ്യാപനത്തിന് താഴെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കാരണം വലിയൊരു നെഗറ്റീവ് വൈബാണ് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അനൂപ് തന്നെ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് ലാലേട്ടൻ നായകനെത്തുന്ന സിനിമ. ചിത്രം ഒരു ഫൺ റൊമാൻറ്റിക് എന്റർടൈനർ സിനിമയാണ് എന്നാണ് റിപ്പോർട്ട്. സിനിമയുടെ ചിത്രീകരണം കേരളത്തിന് പുറത്തായിട്ടായിരിക്കും നടക്കുക. തിരുവനന്തപുരം, കൊൽക്കത്ത, ഒപ്പം തന്നെ ഷില്ലോങ് എന്നിവിടങ്ങളിലായിരിക്കും സിനിമയുടെ ചിത്രീകരണമെന്നും ഈ വർഷം പകുതിയോടെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റിലുണ്ട്. അവസാനമായി വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയപൂർവ്വം എന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടന്റെ പ്രധാന ഷൂട്ട് നടക്കുന്ന സിനിമയായിരിക്കും ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. സിനിമയുടെ പ്രഖ്യാപന ദിവസം തന്നെ നല്ലൊരു നെഗറ്റീവ് വൈബാണ് ആകെ മൊത്തം സോഷ്യൽ മീഡിയയിൽ എങ്കിൽ പോലും കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കും വാർത്തകൾക്ക്.